എന്റെ അമ്മയെ വിളിച്ചു പറയാന്ന് വെച്ചപ്പോ എവിടെയാ STD ബൂത്തുള്ളേ? പിന്നെ 1-2 ചേട്ടന്മാരോട് ചോദിച്ചിട്ട് മൊബൈൽ ആരും തന്നില്ല. ആരാ എന്തെന്നറിയാതെ ഇന്നത്തെ കാലത്ത് ആരും മൊബൈലും തരില്ല മോളെ. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ആ സമയത്ത് ഞാൻ രാധികയുടെ പിന്നാലെ നടക്കണോ, ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ ഓടണോ? അമ്മ തന്നെ പറയ്. ഞാനാണെങ്കി പേടിച്ചിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് തലങ്ങും വിലങ്ങും ഓടുമായിരുന്നു. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാരനൊന്നും ചെയ്തില്ലേ മോളെ? എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. തെറ്റ് ശരിയൊക്കെ രാധികയുടെ വീട്ടുകാർ വന്നിട്ട് തീരുമാനിക്കാന്ന് ഞാൻ പറഞ്ഞു. പ്രിൻസിപ്പളാണ്. ഓ ഹലോ. ആ സർ, അവൾ എത്തി സർ. ആ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ആദ്യം അങ്ങനെ തന്നെ ഞങ്ങൾ വിചാരിച്ചു. ഹലോ, അതാ സാറിനെ വിളിച്ച് അന്വേഷിച്ചത്. വന്നു. സാറിന് ബുദ്ധിമുട്ടായോ? എത്തിയതേ ഉള്ളൂ. ഓ, ഞങ്ങള് പേടിച്ചു പോയി. ആ ശരി സർ. അയ്യോ വേണ്ട, ഓക്കെ സർ. ആ ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. റൈറ്റ്. എന്തായാലും ഞാൻ ഫേമസ് ആയി. സ്കൂളിൽ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. ഇനി ആരൊക്കെ അറിയണ്ടെച്ചാ വേഗം വിളിച്ചു പറഞ്ഞോളൂ അച്ഛാ. ആ ശോഭേ, മോള് വന്നു കേട്ടോ. ഒരു മിനിറ്റ്. ആ ഹലോ. ഒരു കുഴപ്പമില്ല, നീ ചേച്ചി രാജേട്ടാ പറ. എല്ലാരും ഇങ്ങോട്ട് ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവള് വന്നു, വരാൻ വൈകുമെന്ന് പറഞ്ഞത് മാത്രം. ഒരു മിനിറ്റ് നോക്ക്, ഞാൻ ഇവിടെ പറഞ്ഞതാ, ഒന്നുമില്ല. മനുഷ്യനെ ആകെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. എന്താണ്ടായത്? ചേച്ചി എന്നോടൊന്നും ചോദിക്കല്ലേ. പറഞ്ഞു എന്റെ അണ്ണാക്കിലെ വെള്ളം വറ്റി. ആ മോളെ, അച്ഛാ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ടാണ് ഫോൺ ചെയ്ത് ഉടനെ തന്നെ വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞത്. ഏതായാലും പുറപ്പെട്ടതല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. മക്കളെ കൂട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഇന്നിവിടെ കഴിയായിരുന്നു. മോളെ, ആ ഫോണൊന്ന് നോക്ക്. ഇവള് വീട്ടിലെത്തിയെന്ന് അറിഞ്ഞതിന് ശേഷല്ലേ അമ്മേ ശ്വാസം നേരെ വീണത്? എന്താ സംഭവിച്ചത്? എവിടെയായിരുന്നു അവള്? ഇന്നൊരു നല്ല കാര്യം നടന്നത്. അമ്മായി ഞാൻ തന്നെയാ, വൃന്ദയാ. അയ്യോ ഒരു കുഴപ്പമില്ല അമ്മായി, ഞാനിതാ ഇപ്പൊ എത്തി. അച്ഛനും അമ്മയും കൂടെ ആകെ ബേജാറായി എല്ലാരും വിളിച്ചറിയിച്ചതാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതിനിടയിൽ ആ മമ്മുഞ്ഞോരോന്ന് പറഞ്ഞത് കേട്ടപ്പോ എന്റെ നെഞ്ചിടിച്ചു പോയി മോളെ. എന്താ അയാള് പറഞ്ഞത്? നമ്മുടെ മോൾ ആരുടെ കൂടി ഒളിച്ചോടി പോയിന്നോ, അല്ലെങ്കിൽ ആരോ തട്ടിക്കൊണ്ടു പോയിന്നൊക്കെ എന്തൊക്കെയാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അയാളുടെ വർത്തമാനത്തിന് ലൈസൻസ് ഇല്ലാന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിഞ്ഞൂടെ? അത് ശരി, അയാൾ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞോ? അയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്.